ഒരു വെടിക്ക് രണ്ട് പക്ഷി, അതാണ് നമ്മുടെ ഉന്നം. പക്ഷെ എന്റെ ആദ്യത്തെ ഉന്നം തന്നെ തെറ്റി. ഇവിടെ വരാനായിട്ട് ഊബറിൽ ലൊക്കേഷൻ ആയിട്ട് വഴുതിട്ട് പോയി എന്നെ രക്ഷിച്ചുകൊണ്ട് വരും കേട്ടോ രവി. എന്നെ രക്ഷിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ വേറെ രണ്ട് കുഞ്ഞാടുകൾ പെരുവഴിയിൽ വഴുതിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കടക്ക് പുറത്തുനിന്ന് പറഞ്ഞ് എന്നെ അവിടെ ഇറക്കിയിട്ട് അൻവറിനെ കുറച്ച് പെട്ടികളെ കൊണ്ട് രവീണ ആദ്യമേ പോയി. പോകാനുള്ള വഴിയൊന്നും അറിയില്ലെങ്കിലും രവീണയുടെ നിഴല് കണ്ട സ്ഥലം വരെ ഞാൻ കല്യാണിച്ചു കൂടെ നടക്കാൻ തീരുമാനിച്ചു. ഗൂഗിൾ അമ്മച്ച് വഴുതിച്ചത് കൊണ്ട് മൂബർ ചേട്ടൻ എന്നെ തട്ടിക്കൊണ്ട് പോകുന്നുള്ള പേടി വന്നതുകൊണ്ട് അങ്ങനെ തട്ടിക്കൊണ്ട് പോകില്ല. എന്നാലും രാത്രി ആയതുകൊണ്ട് എനിക്ക് പേടി വന്നു. നമ്മളിങ്ങനെ പലതും ആലോചിച്ച് പോകില്ല. അതുകൊണ്ട് ഇവരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കും. തൊട്ടപ്പുറത്തായിരുന്നിട്ട് സ്ഥലം കുറെ വഴികളുള്ള നാട്ടിൽ വഴുതെറ്റാൻ എളുപ്പമാണല്ലോ. അയ്യോ, ശരിക്കും നമ്മൾ അമ്മേനെ പെണ്ണ് കാണാൻ വന്ന പോലെ ഉണ്ട്. എന്തൊരു നമ്മൾ എല്ലാവരും ഉള്ളത് കൊണ്ട് രവീണ കേട്ടോ നമുക്ക് സ്റ്റേ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഉമ്മ വെച്ചുകൾ നിങ്ങൾ അത്ര കാര്യമാക്കണ്ട, ഇതെല്ലാം നമ്മുടെ സ്നേഹ പ്രകടനങ്ങളാണ്. നമുക്ക് നാളെ ശരണ്യയുടെ വെഡിങ് ആഫ്റ്റർ പാർട്ടി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ കോഴിക്കോട്ടേക്ക് വണ്ടി കയറും കേട്ടോ. ശരണ്യക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് നമ്മൾ ഓരോരുത്തർ സെറ്റ് ആക്കിക്കൊണ്ടാണ് കേട്ടോ വന്നത്. പക്ഷെ രേഷ്മയ്ക്ക് കൊടുക്കാനായിട്ട് ആളുടെ ബർത്ത്ഡേയും കൂടെയാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വാങ്ങി കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, ഈ മാല കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ഇത് കല്യാണ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട് പറഞ്ഞെടുപ്പിച്ചിട്ട് എനിക്ക് വെച്ച് നോക്കിയതാണ്. സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഇന്നലെ നമ്മൾ കുറെ രാത്രിയായിട്ടാണ് ജ്വല്ലറീസിലൊക്കെ പോയത്. അപ്പൊ കുറെ സ്ഥലമൊക്കെ അടച്ചു പോയിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ബൂത്തിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ശരണ്യയുടെ പരിപാടിക്ക് പോയി. അവിടെ ഭയങ്കര വൈബായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം വൈബ് അടിച്ച് നിന്നിട്ട് തിരിച്ചു പോയി നമ്മുടെ ലഗേജ് ഒക്കെ എടുത്തിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാണ്ട് ഞാൻ ആ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്മലിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ടാട്ടോ ഞാൻ കമ്മലിട്ടത്. അതിന്റെ ഇടയ്ക്ക് ഒരാൾ സൊള്ളിക്കൊണ്ടിരിക്കുന്നത് നോക്കി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ വന്നു. കയറി ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കോഴിക്കോട്. ഇവിടെ അറിയിക്കാതെ നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് ഇവിടെ അടുത്ത് വന്നത്. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ കണ്ടപ്പോൾ നേരെ തിരിച്ച് നമ്മളാണ് സർപ്രൈസ്. അങ്ങനെ കത്തിയടിച്ച് വെളുപ്പിന് 5 മണിക്ക് കിടന്നുറങ്ങിയിട്ട് രാവിലെ 10 മണിയായപ്പോൾ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ച് അവൾക്ക് കേക്ക് ഒക്കെ കട്ട് ചെയ്ത് നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് ഒക്കെ കണ്ടിട്ട് ആള് കരയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നീങ്ങി നിന്നതാണ്. കരഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാട്ടെ കാണുന്നത്. ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് നേരെ ഉച്ച കഴിഞ്ഞുള്ള ട്രെയിൻ തിരിച്ചു പോരാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്ലാൻ എല്ലാം തെറ്റി. ആ ട്രെയിൻ എന്തായാലും നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പായി. അങ്ങനെ അത് ക്യാൻസൽ ആക്കി. ഈ ചെറുപ്പാട്ട് ഞാൻ പുറത്ത് പോയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രി മുഴുവൻ കറങ്ങി നടന്ന് പിറ്റേ ദിവസം രാവിലെ 6:30 ആയപ്പോഴാട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് പൊടി അടിച്ച് ഭയങ്കര അലർജി ആയിട്ട് ഒട്ടും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളെല്ലാം പാക്ക് ചെയ്യുന്നത് നോക്കി ദേ കിടക്കുന്ന ഗർഭിണി. അങ്ങനെ നമ്മൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ട്രെയിനിൽ കയറി. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം വടകരയിൽ നിന്ന് കോഴിക്കോട് വരെ നമുക്ക് ഇവിടെ നിൽക്കേണ്ടി വന്നു. ഇരിക്കുന്ന ചാക്ക് കണ്ടിട്ട് വാഴക്കുല പഠിപ്പിക്കാൻ വെച്ചേക്കുന്നതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. AC സ്ലീപ്പറിലായതുകൊണ്ടും ഇന്നലെ ഒട്ടും ഉറക്കം ശരിയാവാതിരുന്നത് കൊണ്ടും ഒരു കയ്യിലുമുണ്ട് വാങ്ങി ഞാൻ കല്യാണ ചേച്ചിയും പുതച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സുഖത്തിന് അങ്ങനെ ഇരുന്ന് ഉറങ്ങി പോയതാണ് കേട്ടോ. രവിയുടെ ഇപ്പുറത്തെ ബർത്തിലും അൻവർ അപ്പുറത്തെ ബർത്തിലുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ വീട്ടിൽ പോയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.